ഇന്ന് നമുക്ക് മാതൃ എന്ന സസ്പെൻസ് ത്രില്ലർ തെലുങ്ക് സിനിമയുടെ കഥ നോക്കിയാലോ? കഥയുടെ ചുരുക്കം എന്തെന്നാൽ, ഒരേ കോളേജിൽ പഠിക്കുന്ന 30-40 പെൺകുട്ടികൾ തുടരെ തുടരെ കാണാതെ പോവുകയാണ്. പെൺകുട്ടികൾ കാണാതെ പോയ സ്ഥലത്തു നിന്നും പോലീസുകാർക്ക് ചില കോഡ് വേർഡും കിട്ടുന്നു. പോലീസുകാർക്കാണെങ്കിലോ സൈക്കോയെ കണ്ടുപിടിക്കാനാകാതെ വരികയാണ്. എന്താണ് ഈ കോഡ് വേർഡ് എന്നും അവർക്കറിയത്തില്ല. എന്നാൽ ഈ കേസ് അന്വേഷിക്കുന്ന പോലീസുകാരന്റെ മകളാണെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റ് ആയിരുന്നു. ആ പെൺകുട്ടി ഒരു പയ്യനുമായി പ്രണയത്തിലായി. പക്ഷേ ആ പയ്യനാണെങ്കിലോ പെൺകുട്ടികളൊക്കെ കാണാതെ പോകുന്നിടത്ത് നിന്നും പോലീസുകാർക്ക് കിട്ടുന്ന അതേ കോഡ് വേർഡില്ലേ, അതൊക്കെ യൂസ് ചെയ്യാൻ അറിയാവുന്ന പയ്യനും. പെൺകുട്ടികളെയൊക്കെ ഇങ്ങനെ കടത്തിക്കൊണ്ടു പോകുന്നത് എന്താവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം? ആരാണ് ഈ സൈക്കോ? പോലീസ് ഉദ്യോഗസ്ഥന്റെ മകളുടെ കാമുകനാണോ ഇതിനൊക്കെ പിന്നിൽ എന്നൊക്കെ അറിയണ്ടേ? പിന്നീട് അങ്ങോട്ടുള്ള അന്വേഷണത്തിൽ ചുരുളഴിയുന്നത് ഞെട്ടിക്കുന്ന സത്യങ്ങളും. അതെന്തെന്നറിയാൻ എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. കഥ തുടങ്ങുമ്പോൾ ഒരു പ്രഗ്നന്റ് ആയ ലേഡിയാണ് കാണിക്കുന്നത്. അവരുടെ കണ്ണൊക്കെ കെട്ടിയിരിക്കുക. കണ്ണ് കെട്ടിയ നിലയിൽ അവർ നടന്നു വരുന്നുണ്ട്. എന്തിനായിരിക്കാം അവർ കണ്ണ് കെട്ടിയിരിക്കുന്നതെന്ന് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ആ ഒരു സീൻ അവിടെ കട്ടാവുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് താൻ കല്യാണം കഴിക്കാൻ പോകുന്ന ഭാവി വരനുമായിട്ടൊക്കെ സംസാരിച്ച് ഒരുപാട് ലേറ്റായി കിടന്നുറങ്ങുന്ന പെൺകുട്ടിയാണ്. അതേസമയം തന്നെ വീണ്ടും അവളുടെ ഭാവി വരൻ വിളിക്കുന്നു. ഇത്രയും നേരം സംസാരിച്ചതല്ലേ, പിന്നെന്തിനാ ഇപ്പോൾ വിളിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, നിനക്കൊരു സർപ്രൈസ് ഉണ്ടെന്നായിരുന്നു പയ്യൻ പറഞ്ഞത്. ഇപ്പോൾ സർപ്രൈസോ എന്തെന്ന് ചോദിക്കുമ്പോൾ, കല്യാണത്തിന് മുൻപ് എനിക്കൊരു സർപ്രൈസ് തരണമെന്ന് തോന്നി. നീ എത്രയും വേഗം പുറത്തേക്ക് ഇറങ്ങി വരുവാനായിട്ടും പയ്യൻ പറയുന്നു. എന്നാൽ അതേ സമയം തന്നെയായിരുന്നു ഒരു നിഗൂഢത നിറഞ്ഞൊരു ഗ്യാങ്ങിനെ കാണിക്കുന്നു. രാത്രി സമയങ്ങളിൽ ഏതൊക്കെ പെൺകുട്ടികൾ ഫോൺ ചെയ്യുന്നു എന്നുള്ളതൊക്കെ ട്രാക്ക് ചെയ്യുകയാണ്. അവരെന്തൊക്കെ സംസാരിക്കുന്നു എന്നുള്ളതെല്ലാം നോക്കി കാണുന്നുണ്ട്. അതേ സമയം തന്നെയായിരുന്നു പെൺകുട്ടി പുറത്തേക്ക് വന്നത്. എന്നാൽ തന്റെ ഭാവി വരനെ അവിടെയൊക്കെ അന്വേഷിച്ച് നിൽക്കുന്ന സമയത്തായിരുന്നു ഒരു വാൻ അവളുടെ മുന്നിലേക്ക് വന്ന് നിൽക്കുന്നതും. ആ വാനിൽ നിന്നും കുറെ പേര് ഇറങ്ങുകയാണ്. അവരെല്ലാവരും കറുത്ത വസ്ത്രമൊക്കെ ധരിച്ച് മുഖം മൂടിയൊക്കെ അണിഞ്ഞിരിക്കുക. ആരാണെന്ന് വ്യക്തമാകുന്നതേയില്ല. പക്ഷേ വന്നവരെല്ലാവരും സ്ത്രീകളാ. അവർ ഈ പെൺകുട്ടിയെ കടത്തിക്കൊണ്ടു പോവുകയാണ് ചെയ്യുന്നതും. അതിനുശേഷം കാണിക്കുന്നത് കഥാനായകനായ വസിയാണ്. വസിയുടെ അമ്മ കുട്ടിക്കാലത്ത് എങ്ങനെയോ കാണാതെ പോയി. ഇതുവരെയായിട്ടും അമ്മയെ കണ്ടുകിട്ടിയതേയില്ല. അന്നു മുതൽ വസിയെ വളർത്തുന്നതെല്ലാം അവന്റെ അച്ഛനാണ്. എന്നാൽ ഈ വസിക്ക് ഇടയ്ക്കിടയ്ക്ക് അമ്മയുടെ കാര്യമൊക്കെ ഓർമ്മ വരും. അമ്മ അവൻ എപ്പോഴും സ്വപ്നം കാണും. അമ്മ തന്നെ വളർത്തിയിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു എന്നൊക്കെ അവൻ ചിന്തിക്കുന്നു. അത് കാരണം വല്ലാത്തൊരു ഡിപ്രഷനിലൂടെയാണ് വസി കടന്നു പോകുന്നത്. അതവന്റെ അച്ഛന് നന്നായിട്ട് അറിയാം. അച്ഛന് തന്റെ മകനെ കുറിച്ച് ആലോചിച്ച് നല്ല സങ്കടമുണ്ട്. വസിക്ക് 3 ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്. വസി എപ്പോഴും അവർക്കൊപ്പമാണ് സമയം ചിലവഴിക്കുന്നതും. എന്നാൽ അവർക്കൊപ്പം ഇരുന്നാലും ഇടയ്ക്കിടയ്ക്ക് വസിക്ക് തന്റെ അമ്മയുടെ കാര്യം ഓർമ്മ വരും. അപ്പോൾ അവനാണെങ്കിൽ പ്രേതബാധ ഏറ്റതുപോലെ അലറി വിളിക്കുകയാണ് ചെയ്യുന്നത്. അത് കാരണം കൂട്ടുകാർക്ക് നല്ല ടെൻഷനാകും. അതേസമയം പെൺകുട്ടികളുടെ മിസ്സിംഗ് കേസൊക്കെ അന്വേഷിക്കുന്ന പോലീസ് ഇൻസ്പെക്ടറിനെ കാണിക്കുന്നു. കുറെ പേരെ പിടിച്ചുകൊണ്ടുവന്ന് അടിച്ച് ചോദ്യം ചെയ്യുക. ഇതുവരെയും കാണാതെ പോയ പെൺകുട്ടികളൊക്കെ എവിടെയാണെന്ന് ചോദിക്കുന്ന സമയത്ത്, അയ്യോ സാറേ, ഞങ്ങൾക്കറിയത്തില്ല. ഞങ്ങൾ ആ പണിയൊക്കെ നിർത്തിയിട്ട് കുറേ നാളായി. ഞങ്ങൾക്ക് ഈ വിധമുള്ള കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് പറഞ്ഞാണ് അവർ കരയുന്നതും. അതേസമയം സിനിമയുടെ തുടക്കത്തിൽ ഒരു പെൺകുട്ടിയെ കടത്തിക്കൊണ്ടു പോയില്ലേ, ആ പെൺകുട്ടിയെ കാണിക്കുന്നു. അവളെ ഒരു ലാബിലേക്കാണ് ആ സ്ത്രീകളെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത്. അവളെ എന്തൊക്കെയോ പരീക്ഷണങ്ങൾക്കൊക്കെ വിധേയമാക്കുന്നു. അവൾ എന്തൊക്കെയോ കുത്തിയെടുക്കുകയും ഇഞ്ചെക്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പെൺകുട്ടിയാണെങ്കിൽ വേദന കൊണ്ട് അലറി കരയുകയാണ് ചെയ്യുന്നത്. ആ സീൻ അവിടെ കട്ടായി. പിന്നീട് കാണിക്കുന്നത് വസിയുടെ കൂട്ടുകാരെയാണ്. വസിയുടെ കൂട്ടുകാരാണെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണുവാനായും എത്തിയിരിക്കുന്നു. തന്റെ കൂട്ടുകാരന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. പ്രേതബാധ ഏറ്റതുപോലെയാണ് അവന്റെ പെരുമാറ്റം. അവന്റെ അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് ഇങ്ങനെയെന്നൊക്കെയുള്ള കാര്യം സൈക്കാട്രിസ്റ്റിനോട് പറയുന്നു. ഈ കൂട്ടുകാർക്ക് തോന്നുന്ന അതേ കാര്യം തന്നെ വസിയുടെ അച്ഛനും മനസ്സിലായിട്ടുണ്ട്. വസി വീട്ടിലേക്ക് വരുന്ന സമയത്ത് തന്നെ അച്ഛൻ വസിയോട് പറയും, നിന്റെ സ്വഭാവം കുറച്ചു നാളായിട്ട് ഒരുപാട് മാറ്റമുണ്ട്. അമ്മയെ നീ ഇടയ്ക്കിടയ്ക്ക് ഓർക്കാറുള്ളതും നിന്റെ സ്വപ്നത്തിലേക്ക് അമ്മ വരാറുള്ളതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം. പക്ഷേ ഇങ്ങനെ പോയാൽ ശരിയാകില്ല. നമുക്കൊരു സൈക്യാട്രിസ്റ്റിനെ പോയി കണ്ടാലോ എന്ന് അച്ഛൻ ചോദിക്കും. വസിക്കും അച്ഛൻ പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നു. അങ്ങനെ അച്ഛനൊപ്പം സൈക്യാട്രിസ്റ്റിനെ കാണുവാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തുക. എന്നാൽ അവിടെ വെച്ചാണ് സൈക്യാട്രിസ്റ്റായ കഥാനായികയെ കാണിക്കുന്നത്. നായികയെ കണ്ടതും ആദ്യ കാഴ്ചയിൽ തന്നെ വസിക്ക് അവളെ ഒരുപാട് ഇഷ്ടമായി. ഡോക്ടറിനെ കാണുവാനായിട്ട് അകത്ത് കയറും. നായികയാണല്ലോ ഡോക്ടറായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അച്ഛൻ വസിയുടെ കാര്യങ്ങളൊക്കെ നായികയോട് പറയുമ്പോഴോ അച്ഛൻ പുറത്തു നിൽക്കുവാനായിട്ടും നായിക പറയുന്നു. എന്നാൽ വസിയോട് പ്രശ്നമെന്തെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നത്,
അമ്മ അവന്റെ സ്വപ്നത്തിൽ വരുന്നു. ആ ഒരു കാര്യമൊന്നുമല്ല, താൻ പൂർവ്വകാലത്തെക്കുറിച്ച് സ്വപ്നം കാണുന്നു. അതിൽ ഞാനൊരു വലിയ രാജാവായിരുന്നു എന്നും അവിടുത്തെ റാണിയായിരുന്നു ഈ ഡോക്ടർ എന്നൊക്കെ കള്ളം പറയുന്നു. അത് കേട്ട് ഡോക്ടറിന് ഒരുപാട് ചിരി വരും. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം ഡോക്ടറിനെ കാണുവാൻ വേണ്ടിയിട്ട് വസി വരാറുണ്ട്. അങ്ങനെ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആവുകയും ആ ഫ്രണ്ട്ഷിപ്പ് പതിയെ പതിയെ പ്രണയത്തിലേക്കും കടക്കുകയാണ്. പെൺകുട്ടികളെ കാണാതാകുന്ന കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ മകളാണ് ഈ ഡോക്ടറായ നായികയും. അങ്ങനെ അടുത്തൊരു പെൺകുട്ടി കൂടി കാണാതെ പോയിരിക്കുകയാണ്. പെൺകുട്ടിയുടെ വീട്ടുകാരോടൊക്കെ വന്ന് പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷിക്കും. അതിനുശേഷം നേരെ പോകുന്നത് പെൺകുട്ടി പഠിക്കുന്ന കോളേജിലേക്കായിരുന്നു. അവിടെ എത്തി അവളുടെ കൂട്ടുകാരോടും സഹപാഠികളോടും ടീച്ചേഴ്സിനോടും ഒക്കെ അന്വേഷിക്കുന്നു. ആ കോളേജിൽ ഒരു പ്രൊഫസറുണ്ട്. പ്രൊഫസറിന്റെ കഥാപാത്രത്തിൽ എത്തുന്നത് ശ്രീകാന്ത് ആയിരുന്നു. അങ്ങനെ പ്രൊഫസറിനോടും പെൺകുട്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നു. കോളേജിൽ അന്വേഷിച്ച സമയത്താണ് പോലീസ് ഉദ്യോഗസ്ഥന് ഒരു കാര്യം മനസ്സിലായത്. ഇതുവരെയും കാണാതെ പോയിട്ടുള്ള പെൺകുട്ടികൾ എല്ലാവരും ആ കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണെന്ന്. അപ്പോൾ സൈക്കോയ്ക്ക് ഈ കോളേജുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്നുള്ള കാര്യം പോലീസ് ഉദ്യോഗസ്ഥന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഈ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികളെ എല്ലാവരെയും നിരീക്ഷിക്കണമെന്നും പോലീസ് ഉദ്യോഗസ്ഥൻ തീരുമാനിക്കുന്നു. എന്നാൽ അതേ സമയത്തായിരുന്നു അതേ കോളേജിൽ പഠിക്കുന്ന മറ്റൊരു പെൺകുട്ടി കൂടി കാണാതെ പോയി എന്നുള്ള വാർത്ത പോലീസ് ഉദ്യോഗസ്ഥൻ അറിയുന്നത്. ആ പെൺകുട്ടിയുടെ സ്കൂട്ടി ഒരു വഴിയിൽ ഉപേക്ഷിച്ച നിലയിലാണ് കണ്ടെത്തിയതും. മാത്രവുമല്ല, സ്കൂട്ടിയിൽ ഒരു കോഡ് വേർഡ് എഴുതിയിരിക്കുന്നുണ്ട്. അതെന്താണെന്നുള്ള കാര്യവും പോലീസ് ഉദ്യോഗസ്ഥന് മനസ്സിലാകുന്നില്ല. അന്നേ ദിവസം മുതൽ കോളേജിന്റെയും ഹോസ്റ്റലിന്റെയും പരിസരത്ത് പോലീസുകാർ കറങ്ങി നടക്കുകയാ. ഏതെങ്കിലും പെൺകുട്ടികൾ ബോയ്ഫ്രണ്ടിനൊപ്പം പുറത്തു പോവുകയോ എന്തെങ്കിലും പാർട്ടിക്ക് പങ്കെടുക്കുവാനായി പോവുകയോ ഒക്കെ ചെയ്താൽ അവരോടൊക്കെ ഒന്ന് സൂക്ഷിക്കണം. കുറച്ചു നാളത്തേക്ക് പുറത്തൊന്നും ഇറങ്ങരുത്. സൈക്കോയെ പിടികൂടുന്നത് വരെ നിങ്ങളൊന്ന് കെയർ ചെയ്യണമെന്നുള്ള കാര്യമൊക്കെ പോലീസുകാർ വന്ന് പറയുന്നുണ്ട്. അങ്ങനെ പോലീസുകാർ രണ്ട് പെൺകുട്ടികളോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ ആ പരിസരം ആകെ പുക ഉയരുന്നു. എന്തെന്നറിയുവാൻ വേണ്ടിയിട്ട് പോലീസുകാർ പുറത്തിറങ്ങിയപ്പോഴോ അവർക്കൊപ്പം സംസാരിച്ചു കൊണ്ട് നിന്ന പെൺകുട്ടിയെ കാണാനില്ല. മാത്രമല്ല, അവിടെ ഒരു കോഡ് വേർഡും എഴുതിയിട്ടുണ്ട്. ആ കോഡ് വേർഡ് എന്താണെന്നൊക്കെ പോലീസ് ഉദ്യോഗസ്ഥന്റെ അടുത്ത് നോക്കുകയും ചെയ്യുന്നു. സൈക്കോ തന്റെ അടുത്ത ഇരയും കടത്തിയിരിക്കുകയാണെന്നുള്ള കാര്യവും പോലീസ് ഉദ്യോഗസ്ഥന് മനസ്സിലായി. ഇതെല്ലാം ഒരു വശത്ത് നടക്കവേ മറ്റൊരു വശത്ത് വസിയും കാമുകിയും പ്രണയിക്കുകയാണല്ലോ. ഇവരുടെ കാര്യമൊന്നും വീട്ടിലറിയത്തില്ല. മാത്രമല്ല, കാമുകിയുടെ അച്ഛൻ പോലീസല്ലേ. വീട്ടിൽ ഈ ഒരു കാര്യം കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ ചാറ്റ് ചെയ്യുന്നതെല്ലാം കോഡ് വേർഡിലായിരിക്കാമെന്നും വസി തീരുമാനിക്കുന്നു. എന്നിട്ട് അവൻ കുറച്ച് കോഡ് വേർഡൊക്കെ നായികയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാ. ഇതിൽ നമുക്കിനി ചാറ്റ് ചെയ്താൽ മതിയെന്നും വസി പറയുന്നു. അതനുസരിച്ച് പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം അവർ കോഡ് വേർഡിലാണ് ചാറ്റ് ചെയ്യുന്നതും. മാത്രവുമല്ല, ഒരു ദിവസം അച്ഛൻ വീട്ടിലില്ലാത്ത സമയം നോക്കി നായിക വസിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു. എന്നാൽ അപ്രതീക്ഷിതമായിട്ട് പോലീസ് ഉദ്യോഗസ്ഥൻ വീട്ടിലേക്ക് വന്ന് കയറുകയാ. തന്റെ മകൾ മറ്റൊരുത്തനൊപ്പം നിൽക്കുന്നത് കണ്ട് എന്താണ് ഇവിടെ അവനെന്ന് ചോദിക്കുന്ന സമയത്ത് കമ്പൈൻ സ്റ്റഡിക്ക് വന്നതെന്നാണ് മകൾ കള്ളം പറഞ്ഞത്. അച്ഛനാണെങ്കിൽ അത് വിശ്വസിക്കുവാനൊന്നും കൂട്ടാക്കുന്നില്ല. എന്തൊക്കെയോ കള്ളം പറഞ്ഞ് വസി അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. പിന്നീടുള്ള ദിവസങ്ങളിലും വസിക്കൊപ്പം ബൈക്കിൽ വരുന്ന തന്റെ മകളെ അച്ഛൻ കാണുകയുണ്ടായി. അതോടുകൂടി രണ്ടുപേർക്കുമിടയിൽ വേറെ എന്തോ ആണെന്നുള്ള കാര്യവും അച്ഛന് മനസ്സിലായി. തന്റെ മകളും ആ പയ്യനും തമ്മിൽ എന്താണ് ബന്ധമെന്ന് കണ്ടെത്തുവാനായിട്ട് പോലീസ് ഉദ്യോഗസ്ഥൻ തന്റെ മകളുടെ ഫോൺ എടുത്ത് പരിശോധിച്ച് നോക്കുന്നു. അപ്പോഴാണ് അവർ രണ്ടുപേരും ചാറ്റ് ചെയ്തിരിക്കുന്ന കോഡ് വേർഡ്സ് എല്ലാം പോലീസ് ഉദ്യോഗസ്ഥൻ കാണുന്നത്. ആ കോഡ് വേർഡ്സ് എല്ലാം കണ്ട് ഉദ്യോഗസ്ഥൻ ഞെട്ടിപ്പോകുന്നു. കാരണം ഇതുവരെയായിട്ടും പെൺകുട്ടികളൊക്കെ കാണാതെ പോകുന്ന സ്ഥലത്ത് നിന്നും ഓരോ കോഡ് വേർഡ്സ് പോലീസ് ഉദ്യോഗസ്ഥന് കിട്ടില്ലേ. ആ കോഡ് വേർഡ്സ് എല്ലാം ഇതുമായിട്ട് സാമ്യമുള്ളതായിരുന്നു. അത് കണ്ട് ഞെട്ടിപ്പോയ പോലീസ് ഉദ്യോഗസ്ഥൻ നേരെ ആ ഫോണുമായിട്ട് സ്റ്റേഷനിലേക്ക് വരുന്നു. ഇതുവരെയും പെൺകുട്ടികൾ കാണാതെ പോയ സ്ഥലത്ത് നിന്ന് കിട്ടിയ കോഡ് വേർഡ്സ് എല്ലാം ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് മാച്ച് ചെയ്ത് നോക്കും. അപ്പോൾ ചിലതെല്ലാം മാച്ച് ആകുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്റെ മകളെ പ്രണയിക്കുന്ന പയ്യനാണ് ഈ സൈക്കോ എന്നുള്ള കാര്യം അച്ഛൻ അങ്ങ് ഉറപ്പിച്ചു. ഈ ഒരു വിവരം തന്റെ മകളെ അറിയിക്കണമെന്നും പോലീസ് ഉദ്യോഗസ്ഥൻ തീരുമാനിക്കുന്നു. മകളെ വിളിക്കുന്ന സമയത്ത് മകൾ വസിക്കൊപ്പം ഒരു എക്സിബിഷനിൽ പങ്കെടുക്കുവാനായി എത്തിയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥൻ നേരെ പോകുന്നത് വസിയുടെ വീട്ടിലേക്കാണ്. വസിയുടെ റൂം പരിശോധിക്കുമ്പോൾ ആ റൂം മുഴുവൻ കോഡ് വേർഡ്സ് ഒക്കെ എഴുതി വെച്ചിരിക്കുന്നതും പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രദ്ധിക്കുന്നു. അതോടുകൂടി തന്റെ സംശയമെല്ലാം ഉറപ്പാവുകയാണ്. അവൻ തന്നെയാണ് സൈക്കോ എന്നുള്ളത്. ഉടനെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ എക്സിബിഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. എന്നാൽ മറ്റൊരു വശത്ത് എക്സിബിഷനിൽ നിൽക്കുന്ന സമയത്ത് അവിടേക്ക് ആ മുഖംമൂടിയൊക്കെ ധരിച്ച ആ സ്ത്രീകളുടെ ഗ്യാങ്ങിലെ അവരവിടേക്ക് വരുന്നു. അവർ കടത്തിക്കൊണ്ട് പോകുവാനായി ശ്രമിക്കുന്നത് നമ്മുടെ നായികയായിരുന്നു. എന്നാൽ വസിയാണെങ്കിൽ അവരുമായിട്ട് ഫൈറ്റ് ഉണ്ടാക്കുകയാണ്. ആ ഒരു ഫൈറ്റിൽ വസിക്ക് പിടിച്ചു നിൽക്കുവാനായും കഴിയുന്നുണ്ടായിരുന്നില്ല. അതേ സമയം തന്നെയായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർ അവിടേക്ക് വന്ന് വസിയെ പിടികൂടുന്നത്. സാറേ, ഞാനല്ല, സാറിന്റെ മകളെ കടത്തിക്കൊണ്ട് പോകുവാനായിട്ട് ദേ ഇവർ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞ് ആ മുഖംമൂടി ധരിച്ച ആളുകളുടെ കാര്യമൊക്കെ പറയുവാനായി വരുമ്പോഴും പോലീസ് ഉദ്യോഗസ്ഥൻ അതൊന്നും കേൾക്കുവാനായി കൂട്ടാക്കുന്നതേയില്ല. വസിയെ അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. വസിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയം തന്നെ ആ മുഖംമൂടിയുടെ ഗ്യാങ് ആണെങ്കിൽ നായികയും കടത്തിക്കൊണ്ടു പോയിരുന്നു.
വസിയെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് ഒരുപാട് അടിച്ച് ചോദ്യം ചെയ്യുകയാണ്. എവിടെ എന്റെ മകളെന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിക്കുമ്പോൾ, സാർ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ നിങ്ങളുടെ മകളെ കടത്തിക്കൊണ്ട് പോയിട്ടൊന്നുമില്ല, അവളെ കടത്തിക്കൊണ്ട് പോയത് മുഖംമൂടിയുടെ വേറൊരു ടീമാണെന്നുള്ള കാര്യവും വസി പറയുന്നു. എന്നാൽ അതൊന്നും വിശ്വസിക്കുവാനായിട്ട് പോലീസ് ഉദ്യോഗസ്ഥൻ കൂട്ടാക്കുന്നില്ല. എന്തുകൊണ്ടാ നീ എന്റെ മകളോട് കോഡ് വേർഡിലൊക്കെ ചാറ്റ് ചെയ്തതെന്ന് ചോദിച്ചാണ് തല്ലുന്നതും. ആ കോഡ് വേർഡ്സ് ഒക്കെ നിനക്കെങ്ങനെ അറിയാം? നീയല്ലേ ആ സൈക്കോ എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ അല്ല സാർ, ആ കോഡ് വേർഡ്സ് ഒക്കെ എനിക്ക് പഠിപ്പിച്ചു തന്നത് എന്റെ അമ്മയാ. കുട്ടിക്കാലത്ത് അമ്മ പഠിപ്പിച്ചു തന്ന കോഡ് വേർഡ്സ് ആണ് ഞാൻ അവളുമായിട്ട് ചാറ്റ് ചെയ്യുവാനായിട്ട് ഉപയോഗിച്ചത്. വീട്ടിലാരും ഞങ്ങൾ തമ്മിലുള്ള പ്രണയത്തെക്കുറിച്ച് അറിയണ്ടെന്ന് കരുതിയ ഞാൻ ആ ഒരു കോഡ് വേർഡ്സ് അവൾക്ക് പറഞ്ഞു കൊടുത്ത് അതിലൂടെ ചാറ്റ് ചെയ്തതെന്ന് പറഞ്ഞ് വസി കരയുന്നു. അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ വസിയെക്കുറിച്ച് അന്വേഷിക്കുകയാണ്. അപ്പോഴാണ് വസിയുടെ കുറേ കാര്യങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർ അറിയുന്നതും. വസി ഒരു സിവിൽ എഞ്ചിനീയർ ആണ്. മാത്രമല്ല, 2003 വസിയും അവന്റെ അച്ഛനും അമ്മയും ഒരു ടൂർ പോയിരുന്നു. അവിടെ വെച്ച് വസിയുടെ അമ്മയെ കാണാതായി. അന്ന് തന്നെ അവർ കംപ്ലൈന്റ് കൊടുത്തിരുന്നു. പക്ഷെ ഇതുവരെയായിട്ടും അമ്മയെ കണ്ടിട്ടേയില്ല. അമ്മ എവിടെയാണെന്നുള്ള കാര്യവും ആർക്കും അറിയത്തേയില്ല. അന്നു മുതൽ വസിയെ വളർത്തുന്നത് അച്ഛനാണ്. അവനല്ലാതെ വേറെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. മാത്രവുമല്ല, ദുരൂഹതയൊന്നുമില്ല എന്നുള്ള കാര്യം പോലീസ് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായി. അങ്ങനെ വസിയാണെങ്കിൽ നിരപരാധിയാണെന്ന് മനസ്സിലാക്കിയ പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ ഈ ഒരു കോഡ് വേർഡ്സ് എല്ലാം എന്താണെന്ന് മനസ്സിലാക്കുവാനായിട്ട് അവനോട് ഹെൽപ്പ് ചോദിക്കുന്നു. ഇതുവരെയും കിട്ടിയ കോഡ് വേർഡ് എല്ലാം ചേർത്ത് നോക്കിയ വസി ഇതിന്റെ അർത്ഥം അമ്മ എന്നാണെന്നുള്ള കാര്യം പറയുന്നു. അത് കേട്ടതും പോലീസ് ഉദ്യോഗസ്ഥൻ ആകെ ടെൻഷൻ ആവുകയാണ്. അമ്മയോ? അപ്പോൾ ഇതിനെല്ലാം പിന്നിൽ അമ്മയാണോ? ആരുടെ അമ്മ? എന്തായിരിക്കും ഈ സംഭവിക്കുന്നത്? തന്റെ മകളെ ആരായിരിക്കും കടത്തിക്കൊണ്ട് പോയിരിക്കുക എന്നൊക്കെയുള്ള കാര്യം ചിന്തിച്ച് പോലീസ് ഉദ്യോഗസ്ഥൻ ആകെ ടെൻഷനാകുന്നു. അതേ സമയത്തായിരുന്നു പുതുതായിട്ട് വിവാഹം കഴിഞ്ഞൊരു പെൺകുട്ടി അവിടേക്ക് വരുന്നത്. തന്റെ ഭർത്താവിനെ കാണാനില്ല എന്ന് കംപ്ലൈന്റ് കൊടുക്കുന്നു. ഇതുവരെയായിട്ടും പെൺകുട്ടികളെയാ കാണാതെ പോയത്. ഇപ്പോൾ ദേ ഒരു പുരുഷനെ കാണാതെ പോയിരിക്കുന്നു. ഇതിനെല്ലാം പിന്നിൽ എന്തായിരിക്കുമെന്ന് ചിന്തിച്ച് ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് വന്നിരുന്നോ എന്ന് ചോദിക്കുന്നു. അതായത് വിവാഹ സമയത്ത്. അവരുടെ വിവാഹം കഴിഞ്ഞതല്ലേ ഉള്ളൂ. ആ വന്നിരുന്നു. ഒരു പ്രൊഫസർ വന്നിരുന്നു. ഞങ്ങൾക്ക് ഈ പ്രൊഫസറിനെ കുറിച്ച് മുൻപൊന്നും അറിയത്തില്ല. ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരു ഗിഫ്റ്റും തന്നിരുന്നു എന്നുള്ള കാര്യവും ആ പെൺകുട്ടി പറയുന്നു. ആ ഒരു ഗിഫ്റ്റ് എന്താണെന്ന് പോലീസുകാർക്ക് എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. പ്രൊഫസറിന്റെ മുഖം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആൽബത്തിൽ നിന്നും ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ്. പ്രൊഫസറിനെ കണ്ടതും പോലീസ് ഉദ്യോഗസ്ഥൻ ഞെട്ടിപ്പോകുന്നു. ഏത് കോളേജിൽ നിന്നാണ് പെൺകുട്ടികളെ കാണാതെ പോകുന്നത്, അതേ കോളേജിലെ പ്രൊഫസറില്ലേ, ആ പ്രൊഫസർ തന്നെയാണ് ഇവരുടെ കല്യാണത്തിനും എത്തിയിരിക്കുന്നത്. ആ ഒരു സീൻ അവിടെ കട്ടായി പ്രൊഫസർ എവിടെയാണെന്നുള്ളതാണ് കാണിക്കുന്നത്. പ്രൊഫസർ താൻ സ്വന്തമായി നടത്തുന്ന ആശ്രമത്തിലെ വലിയ ശിലയ്ക്ക് മുന്നിൽ നിന്ന് പൂവിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതൊരു സ്ത്രീയുടെ ശിലയായിരുന്നു. അതെല്ലാം കണ്ടുകൊണ്ട് കുറേ പെൺകുട്ടികൾ നിൽക്കുന്നുണ്ട്. ഇതുവരെയായിട്ടും കടത്തപ്പെട്ട പെൺകുട്ടികളായിരുന്നു അവിടെ നിൽക്കുന്നുണ്ടായിരുന്നത്. അതെ, പ്രൊഫസർ തന്നെയാണ് ഇതുവരെയായിട്ടും പെൺകുട്ടികളെ എല്ലാവരെയും കടത്തിക്കൊണ്ടു പോയത്. മാത്രമല്ല, ആ പെൺകുട്ടികളെല്ലാവരും പ്രൊഫസർ എന്ത് പറയുന്നോ അതെല്ലാം അനുസരിക്കുന്നുണ്ട്. അവരുടെ എല്ലാവരുടെയും മൈൻഡിനെ പ്രൊഫസർ കൺട്രോൾ ചെയ്തു വെച്ചിരിക്കുകയാണ്. പ്രൊഫസർ എന്ത് പറയുന്നോ അതൊക്കെ അനുസരിക്കുന്ന ഒരു അടിമകളെ പോലെയാണ് ആ പെൺകുട്ടികൾ എല്ലാവരും നിൽക്കുന്നത്. അതേസമയം അതേ ആശ്രമത്തിലേക്ക് തന്നെയാണ് നായികയും കൊണ്ടുവന്നിരിക്കുന്നത്. പ്രൊഫസറിന്റെ ടീമാണ് രാത്രി സമയങ്ങളിൽ പെൺകുട്ടികളൊക്കെ ഫോണിൽ സംസാരിക്കുന്നതെല്ലാം ട്രാക്ക് ചെയ്യുന്നത്. ആ ടീമിലുള്ളവർ നായികയെ അടിച്ച് ഒരുപാട് ചോദ്യം ചെയ്യുന്നു. ഞങ്ങൾ ഉപയോഗിക്കുന്ന കോഡ് വേർഡ് നിനക്ക് എങ്ങനെ അറിയാമെന്നൊക്കെ ചോദിക്കുകയാണ്. കാരണം നായികയും വസിയും തമ്മിൽ ചാറ്റ് ചെയ്യുന്നതെല്ലാം അവർ കണ്ടിരുന്നു. അതെന്റെ കാമുകൻ എന്നോട് ചാറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കോഡ് വേർഡ് ആണെന്നുള്ള കാര്യം നായിക പറയുന്നു. നിന്റെ കാമുകൻ ആരാ എന്ന് അവിടെയുള്ളവർ അടിച്ചു ചോദ്യം ചെയ്യുമ്പോൾ അവന്റെ പേര് വസി എന്നാണെന്നും നായിക പറയുന്നു. അതേസമയം തന്നെയായിരുന്നു പ്രൊഫസർ ആണെങ്കിൽ ഒരു റൂമിലേക്ക് വരികയാണ്. ആ റൂമിലേക്ക് വേറെ ആരും പ്രവേശിക്കത്തില്ല. പ്രൊഫസർ മാത്രമാണ് കടക്കുന്നത്. അവിടെ വലിയൊരു ശവപ്പെട്ടി വെച്ചിട്ടുണ്ട്. ആ ശവപ്പെട്ടിക്കുള്ളിലായിട്ട് പ്രൊഫസറിന്റെ അമ്മയുടെ ശവശരീരമാണ്. അതായത് 20 വർഷം പഴക്കമുള്ള ശവശരീരം ഇന്നും പ്രൊഫസർ ഒരു കേടും വരാതെ സൂക്ഷിച്ചു വെച്ചിരിക്കുക. തന്റെ അമ്മയുടെ ശവപ്പെട്ടിക്ക് മുന്നിൽ വന്നിരുന്ന് പ്രൊഫസർ ഒരുപാട് കരയും. അമ്മയെ ഓർത്താണ് പ്രൊഫസർ കരയുന്നത്. എങ്ങനെയെങ്കിലും തന്റെ അമ്മയെ ജീവനോട് തിരികെ കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രൊഫസർ. അതെങ്ങനെ സാധ്യമാകുമെന്ന് വഴിയെ മനസ്സിലാകും. മറ്റൊരു വശത്ത് നായികയെ സെല്ലിൽ അടച്ചിട്ടിരിക്കുകയാണ്. അവൾക്ക് വസിയെ വല്ലാതെ മിസ് ചെയ്യുന്നു. വസിയുടെ ചിത്രം വരച്ച നായികയാണെങ്കിൽ, എനിക്ക് നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നു വസി, നീ എത്രയും വേഗം എന്നെ വന്ന് ഇവിടെ നിന്ന് രക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞ് അവൾ ആ കോഡ് വേർഡിൽ എഴുതി വെക്കുകയാണ്. എന്നാൽ ഇത് അതുവഴി പാസ് ചെയ്തു പോകുന്ന അഞ്ജലി എന്ന സ്ത്രീ കാണുന്നു. അവർക്കാണെങ്കിൽ ആ കോഡ് വേർഡ് എല്ലാം നന്നായിട്ട് അറിയാം. അത് വായിച്ചു നോക്കിയ അഞ്ജലിയാണെങ്കിൽ, നിന്റെ കാമുകന്റെ പേര് വസി എന്നാണോ എന്ന് ചോദിക്കുന്നു. അതേ എന്ന് നായിക മറുപടി പറയും. അല്ല, നിങ്ങൾക്കെങ്ങനെ ഈ കോഡ് വേർഡ് അറിയാമെന്ന് നായിക ചോദിക്കുമ്പോൾ, ഈ കോഡ് വേർഡ് പറഞ്ഞു കൊടുത്തതേ ഞാൻ തന്നെയാണെന്നും അഞ്ജലി പറയുന്നു. നിനക്ക് ഈ ഒരു കോഡ് വേർഡ് എല്ലാം പറഞ്ഞു തന്നത് ആരാണെന്ന് അഞ്ജലി ചോദിക്കുമ്പോൾ, അതെന്റെ കാമുകനായിട്ടുള്ള വസിയാണെന്നും നായിക പറയുന്നു. അല്ല,
നിങ്ങൾക്കിങ്ങനെ ഒരു കോഡ് വേർഡൊക്കെ അറിയാമെന്ന് അഞ്ജലിയോട് നായിക ചോദിക്കുമ്പോൾ, ഈ കോഡ് വേർഡൊക്കെ കണ്ടുപിടിച്ചതേ ഞാനാ പറഞ്ഞു കൊടുത്തത് ഇവിടെയുള്ളവർക്കൊക്കെ. മാത്രവുമല്ല, ഈ ഒരു കോഡ് വേർഡ് എങ്ങനെ സംസാരിക്കണമെന്ന് ഞാൻ എൻ്റെ മകനും പറഞ്ഞു കൊടുത്തിരുന്നു. എനിക്കും ഒരു മകനുണ്ടായിരുന്നു. എൻ്റെ മകന്റെ പേര് വസീന. 20 വർഷമായി ഞാൻ അവനെ കണ്ടിട്ടെന്നും അഞ്ജലി പറയുന്നു. അഞ്ജലി പറയുന്നതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കാം. വസിയുടെ അമ്മ അഞ്ജലി തന്നെയാണ്. അന്ന് ടൂറിന് പോയ സമയത്ത് അഞ്ജലിയെ കാണാതായത് സത്യത്തിൽ ഈ പ്രൊഫസർ കടത്തിക്കൊണ്ട് വന്നതാ. 20 വർഷമായിട്ട് ആ ഒരു സ്ഥലം വിട്ട് പുറത്തു പോകാനാകാതെ അഞ്ജലിയെ തടങ്കലിൽ തന്നെ പാർപ്പിച്ചിരിക്കുകയാണ് ഈ പ്രൊഫസർ. നായിക പറയുന്ന വസി തന്റെ മകനാണെന്നുള്ള കാര്യവും അഞ്ജലിക്ക് ഉറപ്പായി. കാരണം അഞ്ജലി കോഡ് വേർഡൊക്കെ തന്റെ മകന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ തന്റെ മകനാണതെന്നും അഞ്ജലി ഉറപ്പിക്കുന്നു. അതേ സമയമായിരുന്നു വസി അവിടേക്ക് പ്രൊഫസറിന്റെ ആളുകൾ കടത്തിക്കൊണ്ടുവരുന്നതും. അവനെ ഒരുപാടടിച്ച് ചോദ്യം ചെയ്യുകയാണ്. എന്നാൽ അഞ്ജലിക്ക് വസിയെ കണ്ടതും തന്റെ മകനെ വർഷങ്ങൾക്ക് ശേഷം കണ്ടതിന്റെ ഒരു സന്തോഷമുണ്ടായിരുന്നു. എന്തിനാണ് പ്രൊഫസർ ഈ പെൺകുട്ടികളെയൊക്കെ കടത്തിക്കൊണ്ടുവന്നതെന്നുള്ളതാണ് പിന്നീട് കാണിക്കുന്നത്. മുൻപ് പ്രൊഫസർ ഒരു സയന്റിസ്റ്റ് ആയിരുന്നു. മാത്രമല്ല അഞ്ജലിയും ഒരു സയന്റിസ്റ്റ് ആണ്. ഇവരൊരുമിച്ചാണ് വർക്ക് ചെയ്തിരുന്നത്. എന്നാൽ പ്രൊഫസർ ആണെങ്കിൽ ഒരു കാര്യം കണ്ടുപിടിക്കുകയാണ്. ഓരോരുത്തരുടെയും മെമ്മറി ഇറേസ് ചെയ്ത് കളഞ്ഞിട്ട് താൻ കണ്ടുപിടിക്കുന്ന ഒരു ചിപ്പ് അവരിൽ ഇൻസർട്ട് ചെയ്ത് കൊടുക്കുക. അതോടുകൂടി പഴയ മെമ്മറി എല്ലാം പോയിട്ട് താൻ എന്താണോ പറയുന്നത് അതെല്ലാം അനുസരിക്കുന്ന ഒരു അടിമകളെ പോലെ മാറ്റിയെടുക്കുക. ആ ഒരു രീതിയിലുള്ള ചിപ്പാണ് പ്രൊഫസർ കണ്ടുപിടിച്ചത്. അത് ചെറിയ പെൺകുട്ടികളുടെ ദേഹത്താണ് പരീക്ഷിച്ചതും. പരീക്ഷിച്ചതിൽ നിന്നും അത് വിജയിക്കുകയാണെന്നുള്ള കാര്യവും പ്രൊഫസറിന് മനസ്സിലായി. അതോടുകൂടി തന്റെ കൺട്രോൾ വന്ന പെൺകുട്ടികളെ ഉപയോഗിച്ച് ഒരു ഗ്രാമത്തിലുള്ള മുഴുവൻ പെൺകുട്ടികളെയും കടത്തിക്കൊണ്ടുവരും. എന്നിട്ട് ആ പെൺകുട്ടികളെ എല്ലാവരെയും തന്റെ അടിമകളാക്കി മാറ്റിക്കൊണ്ടേയിരുന്നു. എന്തിനാണ് പ്രൊഫസർ ഇങ്ങനെ ചെയ്യുന്നതെന്നാൽ, എല്ലാവരുടെയും ബ്രെയിൻ കൺട്രോൾ ചെയ്ത് മരണപ്പെട്ടു പോയ ഒരു ശരീരത്തിന് ജീവൻ വെപ്പിക്കുക. അതാണ് പ്രൊഫസറിന്റെ ലക്ഷ്യം. അതായത് തന്റെ അമ്മയ്ക്ക് ജീവൻ വെപ്പിക്കുക. അതിനു വേണ്ടിയിട്ടാണ് പ്രൊഫസർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. തന്റെ അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പിലുള്ള പെൺകുട്ടികളെയൊക്കെയാണ് കടത്തിക്കൊണ്ടുവരുന്നതും. എന്നിട്ട് അവരുടെ ബ്രെയിൻ എല്ലാം കൺട്രോൾ ചെയ്തതിനു ശേഷം അമ്മയുടെ ബ്രെയിനുമായിട്ട് സംയോജിപ്പിച്ച് അമ്മയ്ക്ക് എങ്ങനെയെങ്കിലും ജീവൻ കൊടുക്കുക. അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും പ്രൊഫസർ വർക്ക് ചെയ്തത്. തനിക്കൊരു സഹായിയെ വേണമെന്നുള്ളത് കൊണ്ടാണ് തനിക്ക് പണ്ടൊരു ഇഷ്ടമുണ്ടായിരുന്ന അഞ്ജലിയെ കടത്തിക്കൊണ്ടുവന്ന് 20 വർഷമായിട്ട് തന്റെ കൺട്രോളിൽ തന്നെ വെച്ചിരിക്കുന്നതും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അഞ്ജലിയോട് മോശമായിട്ട് പെരുമാറുവാനൊക്കെ എത്തുന്നുണ്ട്. നീ എന്നാ ഞാൻ ആഗ്രഹിക്കുന്നതും എൻ്റെ അടുത്തേക്ക് വരുന്നതെന്നൊക്കെ അഞ്ജലിയോട് ചോദിക്കുന്നു. പക്ഷേ അഞ്ജലിയാണെങ്കിൽ പ്രൊഫസർ പറയുന്നത് ഒന്നിനും വഴങ്ങിക്കൊടുക്കുവാനായിട്ട് തയ്യാറാകുന്നതേയില്ല. അതേ സമയമായിരുന്നു സെല്ലിൽ നിന്നും വസി രക്ഷപ്പെട്ടു പോകുന്നത്. പ്രൊഫസറിന്റെ ആളുകളുടെ വേഷത്തിൽ തന്നെ നായികയുള്ള സെല്ലിലേക്ക് എത്തുന്നു. എന്നിട്ട് അവളോട്, നമുക്ക് എത്രയും വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെടാം, നീ പേടിക്കരുതെന്ന് പറയുന്നു. അതേസമയം വസി രക്ഷപ്പെട്ടു പോയ കാര്യം പ്രൊഫസറിനും കൂട്ടർക്കും മനസ്സിലായി. അവിടെ മാകെ വസിയെ അന്വേഷിക്കുകയാണ്. പ്രൊഫസർ നേരെ വരുന്നത് നായികയുടെ സെല്ലിലേക്കും. നിന്റെ കാമുകൻ എവിടെ പോയിടി, പറ, ഇല്ല എന്നുണ്ടെങ്കിൽ നിന്നെ കൊന്നുകളയുമെന്ന് പറഞ്ഞിട്ട് നായികയെ വിരട്ടുന്നു. എന്നാൽ നായികയാണെങ്കിൽ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എത്രയോ പെൺകുട്ടികളെ നീ നിന്റെ കൺട്രോളിൽ വെച്ചിരിക്കുന്നു. എന്തിനാ ഇങ്ങനെ കാണിക്കുന്നത്? നിനക്ക് അഭിമാനം എന്നുള്ള കാര്യമൊന്നുമില്ലേ? 20 വർഷമായിട്ട് വസീയുടെ അമ്മയെ നീ നിന്റെ കൺട്രോളിൽ വെച്ചിരിക്കുകയല്ലേ എന്നൊക്കെ ചോദിച്ച് അവൾ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. എന്നാൽ അത് കേട്ട് താൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുള്ള കാര്യം പ്രൊഫസർ പറയുകയാണ്. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. സിനിമയുടെ തുടക്കത്തിൽ ഒരമ്മയാണെങ്കിൽ കണ്ണൊക്കെ കെട്ടി നടക്കുന്നത് കാണിച്ചില്ലേ, ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള അമ്മ. അത് യഥാർത്ഥത്തിൽ പ്രൊഫസറിന്റെ അമ്മയാണ്. ഗർഭിണിയായതോടുകൂടി പതിയെ പതിയെ കാഴ്ച കുറയുവാനായും തുടങ്ങി. അങ്ങനെ അമ്മ ഡോക്ടറിനെ കാണുവാനായി വരുന്ന സമയത്താണ് ഡോക്ടർ ഒരു കാര്യം അമ്മയോട് പറയുന്നത്. നിങ്ങൾക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള അസുഖമുണ്ട്. എന്തെന്നാൽ നിങ്ങൾ ഗർഭിണിയായതോടു കൂടിയാണ് നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ചശക്തി കുറഞ്ഞു വരുന്നത്. നിങ്ങൾ ഈ കുഞ്ഞിന് ജന്മം നൽകുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും കാഴ്ചശക്തി ഇല്ലാതാകും. അതുകൊണ്ട് ഈ കുഞ്ഞിനെ പ്രസവിക്കുന്നോ അതോ അബോർഷൻ ചെയ്യുന്നോ എന്നുള്ള കാര്യം ഡോക്ടർ ചോദിക്കുന്നു. എന്നാൽ അതിന് മറുപടിയായിട്ട് അമ്മ പറയുന്നത്, ഡോക്ടറെ, എൻ്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചു പോയി. ആകെ എനിക്ക് ലോകത്ത് ഉള്ളതെന്ന് പറയാൻ എൻ്റെ ഈ കുഞ്ഞ് മാത്രമാണ്. എൻ്റെ മകന് ഞാൻ എന്ത് കഷ്ടപ്പെട്ടായാലും ഞാൻ പ്രസവിക്കും. എനിക്ക് കാഴ്ചയില്ലെങ്കിലും എൻ്റെ മകന്റെ കണ്ണിലൂടെ ഞാൻ ഈ ലോകം കാണുമെന്നും അമ്മ പറയുന്നു. അങ്ങനെ അമ്മയാണെങ്കിൽ പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം തനിക്ക് കാഴ്ചയില്ലെങ്കിൽ താൻ എങ്ങനെ ജീവിക്കുമെന്ന് അറിയുവാൻ വേണ്ടിയിട്ട് കണ്ണൊക്കെ കെട്ടിവെച്ച് പ്രാക്ടീസ് ചെയ്യുന്നു. അങ്ങനെ അമ്മയാണെങ്കിലോ കുഞ്ഞിനെ പ്രസവിക്കുകയാണ്. അതോടുകൂടി അമ്മയുടെ കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു പോയി. കുട്ടിയായിരുന്നപ്പോൾ സ്കൂളിൽ പഠിക്കുകയായിരുന്ന പ്രൊഫസറിനെ തന്റെ അമ്മയ്ക്ക് കണ്ണിന് കാഴ്ചയില്ല എന്ന പേരിൽ കുട്ടികളൊക്കെ ഒരുപാട് കളിയാക്കുമായിരുന്നു. എന്നാൽ ഇതൊന്നും പ്രൊഫസർ തന്റെ അമ്മയോട് പറഞ്ഞിട്ടേയില്ല. അമ്മയ്ക്ക് വിഷമമായാലോ എന്നായിരുന്നു പ്രൊഫസർ കരുതിയിരുന്നതും. എങ്ങനെയെങ്കിലും നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് പഠിച്ചൊരു സയന്റിസ്റ്റ് ആകണം, തന്റെ അമ്മയെ മഹാറാണിയെ പോലെ നോക്കണമെന്നായിരുന്നു പ്രൊഫസറിന്റെ മനസ്സിൽ. അതുപോലെ തന്നെ പ്രൊഫസർ നന്നായിട്ട് പഠിച്ചു, ഒരു സയന്റിസ്റ്റായി. പുതുതായിട്ടൊരു കണ്ടുപിടുത്തത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് സയന്റിസ്റ്റ്. ഹ്യൂമൻ ബ്രെയിനിനെ കൺട്രോൾ കൊണ്ടുവരണം. അതായിരുന്നു പ്രൊഫസറിന്റെ കണ്ടുപിടുത്തവും.
എന്നാൽ പ്രൊഫസറിനൊപ്പം വർക്ക് ചെയ്യുകയായിരുന്നു അഞ്ജലി. അന്ന് അഞ്ജലി കല്യാണമൊന്നും കഴിച്ചിട്ടേയില്ല. അഞ്ജലിക്കാണെങ്കിലോ പ്രൊഫസറിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. പിന്നാലെ നടന്ന് തന്റെ പ്രണയം പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ പ്രൊഫസർ പറയുന്നത്, നോക്കഞ്ജലി, എനിക്കിതിനൊന്നും താല്പര്യമേ ഇല്ല. എനിക്ക് എന്റെ അമ്മയാണ് വലുത്. എന്റെ അമ്മ കഴിഞ്ഞ് എനിക്ക് ലോകത്ത് വേറെ എന്തുമുള്ളൂ. എന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് എനിക്കൊരു കാര്യം കണ്ടുപിടിക്കണം. അതിനുള്ള തിരക്കിലാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ഈ പ്രണയത്തിലോ വിവാഹത്തിലോ ഒന്നും തന്നെ താല്പര്യമില്ല എന്നും പ്രൊഫസർ പറയുന്നു. എന്നാൽ അഞ്ജലി പറയുന്നത്, ദേ നോക്ക്, നമുക്ക് കല്യാണം കഴിക്കാം. നമുക്കൊരു കുടുംബമുണ്ട്, കുട്ടികളുണ്ട്. അതിനിടയിൽ കൂടി നിങ്ങൾക്ക് ഈ കണ്ടുപിടുത്തവും ചെയ്യാമല്ലോ എന്നുള്ള കാര്യവും പ്രൊഫസറിനോട് അഞ്ജലി പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ അമ്മയോടൊന്ന് സംസാരിക്കട്ടെ. അമ്മയ്ക്ക് സമ്മതമാണെങ്കിൽ എനിക്കും ഒരു കുഴപ്പവുമില്ല എന്നും പ്രൊഫസർ പറയുന്നു. അങ്ങനെ പ്രൊഫസർ ആണെങ്കിലോ അഞ്ജലിയെക്കുറിച്ചുള്ള കാര്യം അമ്മയോട് പറയുകയാണ്. എനിക്ക് കണ്ണിന് കാഴ്ചയില്ല എന്നുള്ള കാര്യം അഞ്ജലിക്ക് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ, അത് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ അവളൊരു പാവമാ. അവൾ നന്നായിട്ട് കെയർ ചെയ്യും. അമ്മയ്ക്ക് കണ്ണിന് കാഴ്ചയില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മ അവൾ നന്നായിട്ട് നോക്കും. അമ്മ അവൾ ഒരുപാട് സ്നേഹിക്കും. അവൾ അങ്ങനത്തെ ഒരു പെണ്ണ, അവൾ പാവമാന്നൊക്കെ പ്രൊഫസർ അഞ്ജലിയെ പുകഴ്ത്തിയാണ് അമ്മയോട് സംസാരിക്കുന്നതും. അമ്മയ്ക്കും അഞ്ജലിയെ ഇഷ്ടമായി. അടുത്ത ദിവസം അഞ്ജലിയെ കണ്ട പ്രൊഫസർ, എന്റെ അമ്മയ്ക്ക് നമ്മുടെ കല്യാണത്തിന് താല്പര്യമാണെന്ന് പറഞ്ഞ് അഞ്ജലിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. എന്നാൽ വീട്ടിലെത്തിയ അഞ്ജലി, പ്രൊഫസറിന്റെ അമ്മയ്ക്ക് കണ്ണിന് കാഴ്ചയില്ലെന്ന് അറിഞ്ഞതോടുകൂടി അഞ്ജലിയുടെ മുഖമൊക്കെ മാറുകയാണ്. എന്താ അഞ്ജലി, എന്താ പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ല. ഭാവിയിൽ നമ്മൾ കല്യാണം കഴിച്ച് നമുക്കൊരു കുട്ടിയുണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിനും ഇതുപോലെ കണ്ണിന്റെ കാഴ്ച നഷ്ടമായാലോ? അല്ല, ഞാൻ വിവാഹം കഴിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ കണ്ണിന് കാഴ്ചയില്ലാത്ത അമ്മയെ നോക്കി എന്റെ ജീവിതം എവിടെ തീർക്കേണ്ടി വരില്ലേ? അതുകൊണ്ട് എനിക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ല. എന്നെ എന്റെ വഴിക്ക് വിടെന്ന് പറഞ്ഞിട്ട് അഞ്ജലി അവിടെ നിന്ന് പോകുന്നു. അഞ്ജലി ബ്രേക്കപ്പ് ആയതോടുകൂടി പ്രൊഫസറിന്റെ മാനസിക നില ആകെ തകരാറിലായി. എന്നാൽ ഇവർ സംസാരിക്കുന്നതെല്ലാം അവിടെ നിന്ന് അമ്മ കേൾക്കുകയുണ്ടായി. ഇത്രയും നാള് തന്റെ എക്സ്പെരിമെന്റ് എന്നൊക്കെ പറഞ്ഞു നടന്ന പ്രൊഫസർ ആണെങ്കിൽ ഇപ്പോൾ ലവ് ബ്രേക്കപ്പ് ആയതുകൊണ്ട് തന്നെ ഒരു മൂലക്കിരിക്കുകയാണ്. തന്റെ മകനടുത്തേക്ക് എത്തിയ അമ്മയാണെങ്കിൽ, ഞാൻ കുട്ടിയായിരുന്നപ്പോൾ മുതലെന്നും എന്റെ കണ്ണിന്റെ കാഴ്ചയ്ക്ക് ഒരു കുഴപ്പവുമില്ലായിരുന്നു. എനിക്ക് കാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എപ്പോൾ മുതൽ നിന്നെ ഗർഭിണിയായോ അന്നു മുതലാണ് എന്റെ കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു വന്നത്. അതറിഞ്ഞിട്ടും ഞാൻ നിന്നെ കഷ്ടപ്പെട്ട് പ്രസവിച്ചു. നിന്നെ പ്രസവിച്ചതിന് ശേഷമാണ് പൂർണ്ണമായിട്ടും എന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടമായത്. എല്ലാം അറിഞ്ഞിട്ടും നിന്നെ ഉപേക്ഷിക്കുവാനായിട്ട് ഞാൻ തയ്യാറായിരുന്നില്ല എന്നുള്ള കാര്യവും, എങ്ങനെയാണ് പ്രൊഫസറിനെ കഷ്ടപ്പെട്ടമ്മ പ്രസവിച്ചത് എന്നുള്ള കാര്യമൊക്കെ പ്രൊഫസറിനോട് തുറന്നു പറയുന്നു. അതെല്ലാം കേട്ടതും ഇത്രയും നാള് അമ്മയോടുണ്ടായിരുന്ന സ്നേഹത്തിൽ നിന്നും ഒരുപാട് സ്നേഹം അവന് വീണ്ടും അമ്മയോട് കൂടുകയാണ്. അതുപോലെ തന്നെ അമ്മയോട് അവന് ബഹുമാനവും തോന്നുന്നു. മാത്രവുമല്ല, കുട്ടിക്കാലത്തെ അമ്മയുടെ ഫോട്ടോ അമ്മ കാണിച്ചു കൊടുത്തിട്ട്, ദേ നോക്ക്, എന്റെ കണ്ണിന്റെ കാഴ്ചയ്ക്ക് ഒരു കുഴപ്പവുമില്ല. നീ ഈ ഫോട്ടോ അഞ്ജലി കൊണ്ടൊന്ന് കാണിച്ചിട്ട് അവളെ പറഞ്ഞു മനസ്സിലാക്കി ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വരുവാനായിട്ടും അമ്മ പറയുന്നു. അങ്ങനെ പ്രൊഫസർ ആണെങ്കിലോ ഫോട്ടോയുമായിട്ട് അഞ്ജലിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ കാണുന്ന കാഴ്ച അഞ്ജലിക്ക് മറ്റൊരാളുമായിട്ട് നിശ്ചയം കഴിയുന്നതാണ്. അത് കണ്ട് പ്രൊഫസറിന് സഹിക്കാനായില്ല. അഞ്ജലി, ദേ നോക്ക്, എന്റെ അമ്മയുടെ കണ്ണിന്റെ കാഴ്ചയ്ക്ക് ഒരു കുഴപ്പവുമില്ല. അമ്മയ്ക്ക് എന്നെ പ്രസവിച്ചതിന് ശേഷമാ കാഴ്ച നഷ്ടമായത്. നീ വിശ്വസിക്കേ, നീ എന്നോടൊപ്പം വാ. എനിക്ക് നീയില്ലാതെ ജീവിക്കാൻ കഴിയില്ല അഞ്ജലി. ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്ക അഞ്ജലി. നീ എന്നെ വിട്ട് പോകല്ലേ എന്ന് പറഞ്ഞ് പ്രൊഫസർ എത്ര തന്നെ കെഞ്ചിയിട്ടും അഞ്ജലി കേൾക്കുന്നതേയില്ല. എനിക്ക് നിന്നെ ഇഷ്ടമല്ല. നിന്നോടൊപ്പം ജീവിക്കുവാനായിട്ടും എനിക്ക് താല്പര്യമില്ല. ഇറങ്ങി പോകുവാനായിട്ടും അഞ്ജലി പറയുന്നു. എന്നാൽ പ്രൊഫസർ ആണെങ്കിൽ വയലന്റ് ആവുകയാണ്. അവിടെ ഉണ്ടായിരുന്ന അഞ്ജലിയുടെ ബന്ധുക്കളെല്ലാം ചേർന്ന് പ്രൊഫസറിനെ അവിടെ നിന്നും അടിച്ച് നാണം കെടുത്തി ഇറക്കി വിടുന്നു. പ്രൊഫസർ അതിനുശേഷം വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. തന്റെ മകന്റെ അവസ്ഥ കാണുന്ന അമ്മയാണെങ്കിൽ ഓരോ ദിവസവും അത് കണ്ട് വിഷമിച്ച് അമ്മയുടെ ആരോഗ്യസ്ഥിതിയും മോശമായി വന്നു. ഒടുവിൽ അമ്മയും മരണപ്പെടുകയാണ്. അമ്മയുടെ മരണശേഷം പ്രൊഫസറിന്റെ സമനില ആകെ തെറ്റി. അമ്മ മരിച്ച് ആരോരുമില്ലാതായ പ്രൊഫസറാണെങ്കിൽ എങ്ങനെയെങ്കിലും തന്റെ അമ്മയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണമെന്നും തീരുമാനിക്കുന്നു. അപ്പോഴാണ് അടുത്തുള്ള ഒരു ആശ്രമത്തെക്കുറിച്ചുള്ള കാര്യവും പ്രൊഫസർ അറിയുന്നത്. അങ്ങനെ ഒരു ആശ്രമത്തിലായി പ്രൊഫസറിന്റെ താമസവും. അവിടെ നിന്നുകൊണ്ട് തന്റെ കണ്ടുപിടുത്തങ്ങളൊക്കെ വീണ്ടും ആരംഭിച്ചു. അങ്ങനെ പ്രൊഫസറാണെങ്കിലോ മരണപ്പെട്ടു പോയ ഒരാളുടെ ബ്രെയിൻ ആക്ടിവേറ്റ് ചെയ്തു. തന്റെ പരീക്ഷണം സക്സസ് ആയതിന്റെ സന്തോഷമായിരുന്നു പ്രൊഫസറിന്. മരിച്ച ഉടനെ തന്നെ അയാളുടെ ബ്രെയിൻ ആക്ടിവേറ്റ് ചെയ്തതുകൊണ്ട് തന്റെ അമ്മയുടെ ബ്രെയിനും ആക്ടിവേറ്റ് ചെയ്ത് തന്റെ അമ്മയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാമെന്നും പ്രൊഫസർ കരുതുന്നു. അങ്ങനെ കണ്ടുപിടുത്തങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അഞ്ജലിയുടെ വിവാഹമൊക്കെ കഴിഞ്ഞ് അഞ്ജലിക്ക് ഒരു കുഞ്ഞൊക്കെ ജനിച്ച് അഞ്ജലി സന്തോഷമായിട്ട് കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. അതേ സമയത്ത് അഞ്ജലി കറങ്ങുവാനായിട്ട് പോയ സമയത്തായിരുന്നു അവിടെ വെച്ച് പ്രൊഫസറാണെങ്കിൽ അഞ്ജലിയെ കടത്തിക്കൊണ്ടുവന്നത്. അന്നു മുതൽ 20 വർഷമായിട്ട് അഞ്ജലി പ്രൊഫസറിന്റെ തടങ്കലിൽ തന്നെയായിരുന്നു. ഇതാണ് പ്രൊഫസറിന്റെ കഥ. അങ്ങനെ ആ ഒരു ഫ്ലാഷ് ബാക്ക് അവിടെ അവസാനിച്ച് പിന്നീട് പ്രസന്റ് ആണ് കാണിക്കുന്നത്. അഞ്ജലി തന്റെ മകനെ നേരിൽ കാണുകയാണ്. 20 വർഷങ്ങൾക്ക് ശേഷം അമ്മയും മകനും കണ്ടുമുട്ടുന്നു. രണ്ടുപേരും ഒരുപാട് കരയുകയാണ്. അപ്പോഴാണ് തന്റെ അമ്മയാണതെന്നും തന്റെ കുഞ്ഞിനെ കാണാതെ പോയ അമ്മയെ കണ്ടതിന്റെ എക്സൈറ്റ്മെന്റും സങ്കടവും ഒക്കെയായിരുന്നു വസിക്ക്. അതുപോലെ തന്നെയായിരുന്നു അഞ്ജലിക്ക്.
20 വർഷമായിട്ട് ഞാൻ ഈ തടങ്കലിൽ കഴിയുകയാണ്. എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടുമെന്നുള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ നീ ഇവിടെ നിന്ന് ജീവനോടെ രക്ഷപ്പെടണം. എങ്ങനെയെങ്കിലും നീ ഇവിടെ നിന്ന് പോകണമെന്നും അമ്മ പറയുന്നു. എന്നാൽ അത് കേട്ട് ബസി പറയുന്നത്, അമ്മ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. ഇവിടെ നിന്ന് നമ്മളെല്ലാവരും ജീവനോടുകൂടി രക്ഷപ്പെടും. അതിനൊരു പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞ് അമ്മയും മകനും ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നു. എന്നാൽ ഇവർ രണ്ടുപേരും നിന്ന് സംസാരിക്കുന്നതെല്ലാം അവിടെയുണ്ടായിരുന്ന ക്യാമറ വഴി പ്രൊഫസർ കാണുന്നുണ്ടായിരുന്നു. അവർ സംസാരിക്കുന്നതെല്ലാം പ്രൊഫസർ കേട്ടു. ഓ, ഇതാണോ നിന്റെ മകൻ? എന്റെ അത്ര പൊക്കത്തിന് അവനും വളർന്നിട്ടുണ്ടല്ലോ. ഒരമ്മയും മകനെയും പിരിക്കുന്നതിന്റെ വേദന എന്താണെന്ന് നിനക്കിപ്പോൾ മനസ്സിലായില്ലേ? അത് നീ അനുഭവിക്കണമെന്ന് പറഞ്ഞിട്ട് അഞ്ജലിയെ നേരെ കൂട്ടിക്കൊണ്ട് അവരുടെ ഗ്രൗണ്ടിലേക്ക് വരുന്നു. അവിടെയാണ് പ്രൊഫസറിന്റെ അമ്മയുടെ വലിയ പ്രതിമ ഇരിക്കുന്നതും. അവിടെ പ്രൊഫസറിന്റെ എല്ലാ അടിമകളും കൂടി നിൽക്കുന്നുണ്ട്. കൂട്ടത്തിൽ നായകനുമുണ്ടല്ലോ, അതായത് നമ്മുടെ വസിയും ഉണ്ടല്ലോ. ഇതെല്ലാം പ്രൊഫസറിന് അറിയാം. അതുകൊണ്ട് തന്നെ അഞ്ജലിയെ കൊണ്ടുവന്ന് നിർത്തിയ പ്രൊഫസർ ആണെങ്കിൽ അഞ്ജലിയുടെ കണ്ണ് കെട്ടുന്നു. എന്നിട്ട് അഞ്ജലിയുടെ കയ്യിൽ ഒരു വാള് കൊടുക്കുകയാണ്. നിന്റെ മകനെ നീ ഈ കൂട്ടത്തിൽ നിന്ന് കണ്ടെത്തണം. എന്നിട്ട് നീ തന്നെ നിന്റെ മകനെ കൊല്ലണമെന്ന് പറഞ്ഞ് ഓരോരുത്തർക്കടുത്തേക്കായിട്ട് അഞ്ജലിയെ കൊണ്ടുപോകുന്നു. അഞ്ജലിയാണെങ്കിൽ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. അവൾ കരയുന്നുമുണ്ട്. അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് കെഞ്ചിയിട്ടും പ്രൊഫസർ കേൾക്കുന്നതേയില്ല. എന്നാൽ ഇതെല്ലാം കൂട്ടത്തിൽ നിന്ന് കണ്ടുകൊണ്ട് നിന്ന വസിയാണെങ്കിൽ പുറത്തേക്ക് വരുന്നു. വസിയും പ്രൊഫസറും തമ്മിൽ വലിയ ഫൈറ്റ് നടക്കുന്നു. എന്നാൽ ഈ ഫൈറ്റിനിടയിൽ അഞ്ജലി നേരെ പോകുന്നത് പ്രൊഫസറിന്റെ കണ്ടുപിടുത്തമൊക്കെ നടത്തുന്ന റൂമിലേക്കാണ്. എന്തെന്നാൽ വസിയും അഞ്ജലിയും തമ്മിൽ ഒരു കാര്യം പ്ലാൻ ചെയ്തു. പ്രൊഫസറുമായിട്ട് താൻ ഫൈറ്റ് നടത്തും. അതിനിടയിൽ വെച്ച് അഞ്ജലി ആ കണ്ടുപിടുത്തമൊക്കെ നടത്തുന്ന റൂമിലേക്ക് വരണം. ഇത്രയും നാൾ പ്രൊഫസർ കുറെ പെൺകുട്ടികളെയൊക്കെ കടത്തിക്കൊണ്ടുവന്ന് അവരുടെ ബ്രെയിനൊക്കെ കൺട്രോൾ ചെയ്ത് അവരെ തന്റെ അടിമകളെ പോലെ നിർത്തിയിരിക്കുകയല്ലേ. അതെല്ലാം ഡീആക്റ്റീവ് ചെയ്യണമെന്ന് വസി തന്റെ അമ്മയോട് പറഞ്ഞിരുന്നു. അതാണിപ്പോൾ അഞ്ജലി ചെയ്യുന്നത്. അങ്ങനെ അഞ്ജലിയാണെങ്കിൽ എല്ലാവരുടെയും ബ്രെയിൻ പ്രൊഫസർ കൺട്രോൾ ചെയ്തിരുന്നതെല്ലാം ഡീആക്റ്റീവ് ചെയ്യുന്നു. അതോടുകൂടി പെൺകുട്ടികളെല്ലാം തന്റെ പഴയ അവസ്ഥയിലേക്കും പഴയ മെമ്മറിയിലേക്കും തിരികെ വരികയാണ്. അതേസമയം പ്രൊഫസറും വസിയും തമ്മിൽ വലിയ ഫൈറ്റ് നടക്കുകയാണല്ലോ. എന്നാൽ ഈ ഫൈറ്റിനിടയിൽ വസിയാണെങ്കിലോ പ്രൊഫസറിന്റെ അമ്മയുടെ ഡെഡ് ബോഡിയുള്ള ശവപ്പെട്ടി എടുത്തുകൊണ്ട് വരികയാണ്. അത് കത്തിക്കുവാനായും നോക്കുന്നു. എന്നാൽ പ്രൊഫസർ ആണെങ്കിൽ അതിന് സമ്മതിക്കുന്നതേയില്ല. വീണ്ടും പ്രൊഫസറും വസിയും തമ്മിൽ വലിയ ഫൈറ്റ് നടക്കും. എന്നാൽ ഫൈറ്റിനൊടുവിൽ വസിയാണെങ്കിലോ പ്രൊഫസറിനെ കൊല ചെയ്യുന്നു. അതോടുകൂടി എല്ലാവരും മോചിക്കപ്പെടുകയാണ്. അങ്ങനെ വസി തന്റെ അമ്മയെയും കാമുകിയെയും ഇതുവരെയായിട്ടും പ്രൊഫസർ കടത്തിവെച്ചിരുന്ന പെൺകുട്ടികളെയും കൊണ്ട് ആ ഒരു ആശ്രമത്തിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്നു. വസി താൻ ആഗ്രഹിച്ചതുപോലെ തന്നെ തന്റെ അമ്മയെയും അവന് കാണുവാനേ കഴിഞ്ഞല്ലോ. അമ്മയെ തനിക്ക് തിരിച്ചു കിട്ടി. ആ സന്തോഷത്തിലാണ് വസി അവിടെ നിന്ന് പോകുന്നത്. അതോടുകൂടി സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.